ഹലോ എല്ലാവർക്കും സുഖമല്ലേ? കഴിഞ്ഞ 4 മാസം അതായത് സെപ്റ്റംബർ ടു ഡിസംബർ ഞാൻ ബാംഗ്ലൂരിൽ എൻ്റെ സ്വന്തം വീട്ടിലായിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഞാനും എൻ്റെ കസിനും ചേർന്ന് അവനൊരു വീട് മേടിക്കണം എന്ന് പറഞ്ഞ് എന്നെയും കൂടെ അവൻ കൂട്ടിക്കൊണ്ടുപോയി. ഞങ്ങളൊരു എക്സ്പെഡിഷന് ഇറങ്ങിയതാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഷോക്ക്ഡായി പോയി ബാംഗ്ലൂരിൻ്റെ പ്രോപ്പർട്ടി പ്രൈസസ് കണ്ടിട്ട്. അവിടെ വളരെയധികം അതായത് സിറ്റിയിൽ നിന്നല്ല, ഞങ്ങൾ താമസിക്കുന്ന സിറ്റിയിൽ നിന്ന് കുറച്ച് എവെയാണ്. അതിൽ നിന്നൊക്കെ വളരെയധികം ദൂരം. അതിൽ പോലും 1 crore to 2 crores വർത്ത് ഒക്കെയാണ് പ്രോപ്പർട്ടി പ്രൈസസ് പറയുന്നത്. പിന്നെ ഞാൻ വേറെ ഒരു കാര്യം ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ ചില ബിൽഡേഴ്സ് ഇങ്ങനെ 2 ബെഡ്റൂമിന് 80 lakhs ഉള്ളൂ, 3 ബെഡ്റൂമിന് 1 crore to 1.25 ഉള്ളൂ എന്ന് പറഞ്ഞ് വിൽക്കുന്ന ആൾക്കാരുടെ പ്രോപ്പർട്ടി ഞങ്ങൾ പോയി കാണുമ്പോഴത്തേക്ക് കണ്ടത് വളരെ ചുരുങ്ങിയൊരു സ്ഥലമാണ് കേട്ടോ. അതായത് 1000 square feet ഉള്ളിൽ എല്ലാ കാര്യങ്ങളും അവർ ഉൾക്കൊള്ളിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഞാൻ മനസ്സിലാക്കിയത് ബിൽഡേഴ്സ് അവരുടെ പ്രോഫിറ്റ് എന്തായാലും എടുക്കും. മിഡിൽ ക്ലാസ് ടു അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലിയിലെ ഒരു ആൾക്ക് ഒരു വീട് സ്വന്തമായിട്ട് മേടിക്കണം എന്നുള്ള ആഗ്രഹമുള്ള ഒരാൾക്ക് ഇത് അഫോർഡബിലിറ്റി ഇപ്പോൾ കുറഞ്ഞു കുറഞ്ഞു വരുവാണ്. അപ്പോൾ എന്താ അവർ ചെയ്യുന്ന ബിൽഡേഴ്സ് ഇതിനെ സ്ക്വയർ ഫീറ്റിനെ ചെറുതാക്കുക, അതായത് സൈസ് ഓഫ് ദി അപ്പാർട്ട്മെന്റിനെ അവർ ഷ്രിങ്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷെ എന്നാലോ നമുക്ക് നമ്മൾ അങ്ങനത്തെ ഒരു അപ്പാർട്ട്മെന്റ് മേടിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും കോംപ്രമൈസ് ചെയ്യാൻ പറ്റുമോ? അതായത് നമുക്ക് ലിവിംഗ് റൂമിൽ സോഫ ഇടാതിരിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ കിച്ചണിൽ കുക്ക് ചെയ്യാണ്ടിരിക്കാൻ പറ്റുമോ? ഒരു പെർട്ടിക്കുലർ സൈസിന്റെ കട്ടിൽ നമുക്ക് വേണം അല്ലേ? അപ്പൊ ചെറിയൊരു സ്പേസിനെയും വലുതായി കാണിക്കുകയും സ്പേഷ്യസ് ആയിട്ട് യൂസബിൾ ആക്കി മാറ്റാനുള്ള ആൻഡ് എസ്തെറ്റിക്കലി പ്ലീസിങ്, അതായത് കാണാനും വളരെ ഭംഗിയായിട്ട് മാറ്റുക എന്നുള്ളതും കൂടി ചേർന്നിട്ടാണ് ഇത് പ്ലാൻ ചെയ്യാനുള്ളത്. ഇന്നത്തെ വിഷയം മനസ്സിലായല്ലോ, 7 ഇന്റീരിയർ ഡിസൈൻ ടിപ്സ് ഫോർ സ്മോൾ സ്പേസസ്. പെട്ടെന്ന് വീഡിയോയിലോട്ട് പോവാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. എൻ്റെ പേര് സുനിത. ഞാനൊരു ഇന്റീരിയർ ഡിസൈനർ ബൈ പ്രൊഫഷനാണ്. എൻ്റെ ഈ വീഡിയോസിൽ കൂടെ നല്ല നല്ല ഇന്റീരിയർ ഡിസൈൻ ടിപ്സ് ആൻഡ് സജഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. സോ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് പോവാം. I've been thinking about myself today, thinking how I changed, how I really don't care if. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമ്മുടെ ലിസ്റ്റിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റിൽ നിൽക്കുന്ന ഒരു ടിപ്പ് എന്താണെന്നറിയോ? നമ്മുടെ മതിലുകളുടെ കളറ് ഏറ്റവും ലൈറ്റ് ഷെയ്ഡാക്കി മാറ്റുക. അതായത് പ്രിഫറബിളി വൈറ്റ്, അല്ലെങ്കിൽ വൈറ്റിൻ്റെ മൾട്ടിപ്പിൾ ഷെയ്ഡ്സ് അവൈലബിൾ ആണല്ലോ, അതിൽ ഏറ്റവും ലൈറ്റസ്റ്റ് ഷെയ്ഡിലോട്ട് തന്നെ നമ്മൾ പോവാം. അത് മാത്രമല്ല കേട്ടോ, മൊണോക്രോമാറ്റിക് ആയിട്ടുള്ള കളേഴ്സ് യൂസ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ നമ്മൾ വൈറ്റ് ഷെയ്ഡ്സ് മതിലിൽ കൊടുത്തിട്ട് ബെഡ്റൂം ഡോസിൻ്റെ ഫ്രെയിംസും കാര്യങ്ങളും ഒക്കെ അതുപോലും വൈറ്റ് കൊടുക്കുക, അതിൻ്റെ ഡോസിൻ്റെ കളർ പോലും വൈറ്റ് കൊടുക്കുക. അപ്പം എല്ലാം, ഈവൻ വിൻഡോസിൻ്റെ കളർ എല്ലാം ഇങ്ങനെ സെയിം കളറിൽ നമ്മൾ ചെയ്തെടുത്തിട്ട് കേർട്ടൻസ് ഇടുന്നതും ഓൾമോസ്റ്റ് സിമിലർ ഷെയ്ഡ്, കുറച്ച് വെളിച്ചം കൂടി അകത്ത് വരുന്ന ടൈപ്പിലുള്ള കേർട്ടൻസ് ഇടുവാണെങ്കിൽ ഒരു മൊണോക്രോമാറ്റിക് പാറ്റേൺ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇറ്റ് മൈറ്റ്, അത് നമ്മുടെ കണ്ണിനെ ചീറ്റ് ചെയ്യാൻ പറ്റും. അതായത് കുറച്ചുകൂടെ സ്പേസ് ഉള്ളതുപോലെ നമുക്ക് ഫീൽ ചെയ്യിക്കും. ചിലർ പറയും അയ്യോ ഇത് ഭയങ്കര ബോറിംഗ് അല്ലേ ഇങ്ങനെ പ്ലെയിൻ വൈറ്റ് കൊടുക്കുകയാണെങ്കിൽ. ഞാൻ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ വളരെ പ്യോർ വൈറ്റ് അല്ല ഞാൻ പറയുന്നത്, അതിന് മേ ബി മൾട്ടിപ്പിൾ ഷെയ്ഡ്സ് ഓഫ് വൈറ്റ് ഉണ്ടല്ലോ, അതിൽ കഴിവതും ലൈറ്റസ്റ്റ് ഷെയ്ഡിലോട്ട് പോവുക. പ്ലെയിൻ വൈറ്റ്, അതായത് സിൽക്കി വൈറ്റ് പോലത്തെ പ്ലെയിൻ കളേഴ്സ്, വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള വൈറ്റ് സീലിംഗിൽ കൊടുക്കുക. മാത്രമല്ല കേട്ടോ, സ്റ്റിൽ നിങ്ങൾക്ക് ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ സെയിം ഈ വൈറ്റ് കളറിൽ തന്നെ ടെക്സ്ചേഴ്സ് കൊടുക്കുക. അതായത് മേ ബി ഒരു വാള് നമുക്ക് ഡാർക്ക് കളർ കൊടുക്കുന്ന ഒരു പതിവുണ്ടല്ലോ, അത് ചെയ്യാണ്ട് സിമിലർ കളേഴ്സ് കൊടുത്തിട്ട് ആ ഒരു പെർട്ടിക്കുലർ, ഇപ്പം ഈ സോഫ ഇരിക്കുന്ന ഈ ഒരു വാളിൽ സെയിം കളർ പക്ഷെ ഒരു ചെറിയൊരു ടെക്സ്ചർ ഇൻകോർപ്പറേറ്റ് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു ബോറിംഗ്, ഒരു മൊണോട്ടോണസ് ആയിട്ടുള്ള ഇതിൽ നിന്ന് മാറി മൊണോക്രോമാറ്റിക് ആയിട്ടുള്ള കളറും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അറ്റ് ദ സെയിം ടൈം അതിനൊരു ടെക്സ്ചർ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ഒരു ഫോക്കൽ പോയിന്റ് ക്രിയേറ്റ് ചെയ്യാം. അതായത് അതിലോട്ട് തന്നെ എല്ലാവരും ആ അതിലോട്ട് നമുക്ക് ശ്രദ്ധ വലിക്കാനും പറ്റും. കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആക്കാനായിട്ട് കുറച്ച് പ്ലാന്റ്സ് വെക്കാം, പിന്നെ കളർഫുൾ ആയിട്ടുള്ള കുറച്ച് കുഷൻസ് ഇടാം, വാൾ ഹാങ്ങിങ്സ് ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഡിസൈൻസും എന്തെങ്കിലുമൊക്കെ പെയിന്റിങ്സ് ഒക്കെ നമുക്ക് കൊടുത്താൽ കുറച്ചുകൂടെ ഒരു ബോർഡം മാറി കിട്ടും കേട്ടോ. ടിപ്പ് നമ്പർ 2, മിറേഴ്സ് കേട്ടോ. എനിക്ക് മിറേഴ്സിൻ്റെ യൂസ് എംഫസൈസ് ചെയ്തേ പറ്റത്തുള്ളൂ. നമ്മൾ മിറേഴ്സ് നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആ സ്പേസ് ശരിക്കും പറഞ്ഞാൽ ഡബിളായിട്ട് തോന്നിക്കുന്ന പോലെ തോന്നാറുണ്ട് അല്ലേ പലപ്പോഴും. പക്ഷെ അതേ സമയത്ത് മിറേഴ്സ് ജുഡീഷ്യസ് ആയിട്ട് യൂസ് ചെയ്യും വേണം. നമ്മൾ കണ്ണി കാണുന്ന സ്ഥലങ്ങളിലെല്ലാം നമ്മൾ വലിയ വലിയ മിറേഴ്സ് ഹാങ് ചെയ്യാൻ പാടില്ല. വാസ്തു കൊണ്ടൊന്നും അല്ല കേട്ടോ, എന്ന് പറഞ്ഞാൽ വളരെ ഒരു അവിടെ ഇവിടെ ഒക്കെ നമ്മൾ മിറേഴ്സ് ചെയ്യുമ്പോഴത്തേക്ക് ഒരുമാതിരി കുറച്ച് നമ്മുടെ വീട് ഓഫായിട്ട് ഫീൽ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എവിടെയൊക്കെയാണ് മിറേഴ്സ് നമുക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നത്? ഇപ്പോൾ ഫോയർ, അപ്പോൾ നമ്മൾ കയറി വരുന്ന സ്ഥലത്ത് ഒരു വലിയൊരു മിറർ കൊടുക്കുകയാണെങ്കിൽ, ഇടുങ്ങിയ സ്ഥലമാണെങ്കിലും നമുക്ക് ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് വരാം. പിന്നെ ചെറിയ ഡൈനിങ് ഏരിയ ഒക്കെ ആണെങ്കിൽ അതിനെ കുറച്ചുകൂടി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നമുക്ക് മിറേഴ്സ് കൊടുക്കാൻ പറ്റും.
പക്ഷെ ഹാളിലും അവിടെയും ഇവിടെയും എല്ലാം കൊടുക്കരുത് കേട്ടോ. നല്ല വളരെ ജുഡീഷ്യസ് ആയിട്ട് ഡിസൈനറുമായിട്ട് പ്ലാൻ ചെയ്തിട്ട് വേണം നിങ്ങൾ ചെയ്യാനുള്ളത്. സോ മിറേഴ്സ് പ്ലേ എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ. മൂന്നാമത്തെ ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ടിപ്പ് തന്നെ ആയിരിക്കും. സ്ട്രൈപ്സ്, അതായത് ലോങ് സ്ട്രൈപ്സ്, ഹൊറിസോണ്ടൽ അല്ല വെർട്ടിക്കൽ സ്ട്രൈപ്സ് യൂസ് ചെയ്യാൻ നോക്കുക. അപ്പം നമുക്ക് സീലിങ്ങിൻ്റെ ഹൈറ്റ് കൂട്ടുന്ന മാതിരി ഒരു ഫീലിംഗ് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ കേർട്ടൻസ് ഇടുമ്പോഴത്തേക്ക് ചെറിയ ഡോ കേർട്ടൻസ് ഇങ്ങനെ 7 feet ഹൈറ്റ് എന്ന് തുടങ്ങാണ്ട് സീലിംഗ് നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന വിധത്തിലുള്ള കേർട്ടൻസ് ഇടുമ്പം നമ്മൾ അതിൻ്റെ ഹൈറ്റ് എൻഹാൻസ് ചെയ്യുന്നുണ്ട് അല്ലേ. കണ്ടമാനം ഗോഡി ആയിട്ടുള്ള ഫോൾ സീലിംഗും കൊടുക്കാണ്ട് നല്ല ടോൾ ആയിട്ടുള്ള കേർട്ടൻസ്, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ടെക്സ്ചേഴ്സ് കൊടുക്കുന്നതിൽ തന്നെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഓഫ് വൈറ്റ് തന്നെ 1 or 2 ഷെയ്ഡ്സ് ഓഫ് വൈറ്റിൽ ഇങ്ങനെ സ്ട്രൈപ്സ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആ റൂം കുറച്ചുകൂടെ ടോളറായിട്ട് ഫീൽ ചെയ്യും. അതിൻ്റെ അർത്ഥം ചെറിയൊരു സ്ക്വയർ ആയിട്ടുള്ള റൂമിൽ ഒരുപാട് സ്ട്രൈപ്സ് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ലോങ്ങർ ആവും, എന്നാൽ റൂം ഇങ്ങനെ ഒരു ട്യൂബ് പോലെ നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെയും ചെയ്തെടുക്കാൻ പാടില്ല. യു ഹാവ് ടു ലുക്ക് അറ്റ് ദി ഓവറോൾ പെർസ്പെക്റ്റീവ്, എന്നിട്ടേ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ബേസിക്കലി ഗോ ടോൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അടുത്തത് നാലാമത്തെ ടിപ്പ്. ഒരൊറ്റ ചെറിയൊരു ഹാളേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതിൽ ഡൈനിങ് ഏരിയയും ലിവിങ് ഏരിയയും തമ്മിൽ ഭയങ്കര ഒരു പാർട്ടീഷനൊക്കെ ക്രിയേറ്റ് ചെയ്യേണ്ട ഒരാവശ്യമില്ല. ഒട്ടുമുക്കാലും സമയത്ത് നമ്മുടെ വീട്ടിൽ കഴിക്കാനൊക്കെ ആയിട്ട് വരുന്നത് ആരാണ്? നമ്മളുടെ സ്വന്തം സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ആയിരിക്കും മോസ്റ്റ്ലി വരുന്നത്. വളരെ ഫോർമൽ ആയിട്ടുള്ള മീറ്റിംഗ്സ് എല്ലാം നമ്മളിപ്പോഴൊക്കെ വീടുകളിൽ വിളിക്കാറുമില്ല ആൾക്കാരെ അല്ലേ. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു പ്രൈവസിയുടെ നമുക്ക് ആവശ്യമില്ല. സോ ചെറിയൊരു സ്പേസിൽ ലിവിംഗ് റൂമും ഡൈനിങ് തമ്മിലുള്ള പാർട്ടീഷൻസ് നമുക്ക് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അഥവാ നിങ്ങൾക്ക് അങ്ങനെ ഒരു പാർട്ടീഷൻ വേണം എന്ന് നിങ്ങൾക്ക് ഒരു ഫീലിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ ഒരു പിവോട്ട് വെച്ചിട്ട്, അതായത് ആ പാർട്ടീഷന് വേണം എന്നുള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് അതിനൊരു ചെറിയൊരു പാർട്ടീഷൻ പോലെ ക്രിയേറ്റ് ചെയ്യാം. അല്ലാത്ത സമയങ്ങളിൽ അതിന് മതിലിനോട് ചേർന്നിട്ട് ഒരു ഡിസൈൻ എലിമെൻറ്റ് പോലെ മതിലിനോട് ചേർന്നിട്ട് തന്നെ അതിനെ ഫ്ലാറ്റ് ആക്കി വെക്കുകയും ചെയ്യാം. അഞ്ചാമത്തെ പോയിന്റ് ഡൈനിങ് ഏരിയയെക്കുറിച്ച്. ഞാൻ പല ചെറിയ സ്പേസസിലും കണ്ടിട്ടുള്ള ഒരു വലിയ ഡിസൈൻ ഫ്ലോ എന്താണെന്നറിയോ? ടി വി ഏരിയയും ഡൈനിങ് ഏരിയയും അടുത്തടുത്താണെങ്കിൽ നമ്മൾ മിക്കവാറും പോയി സോഫയിൽ ഇരുന്ന് കഴിക്കുന്നതൊക്കെയാണ് പല വീടുകളിലും പതിവ്. അപ്പോൾ ഡൈനിങ് ഏരിയ, ഡൈനിങ് ടേബിളിന് വല്ലാണ്ട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് 6-seater ഡൈനിങ് ടേബിൾ വിത്ത് 6 ചെയർസ് അങ്ങനെയൊക്കെ ഇടുന്ന ആൾക്കാരുണ്ട്. സോ അതിനെ നമുക്ക് വെട്ടിക്കുറച്ചിട്ട് 4 ചെയർസ് ആയിട്ട് ഓവലോ അല്ലെങ്കിൽ റൗണ്ട് ആയിട്ടുള്ള ഡൈനിങ് ടേബിൾസ് നമുക്ക് പ്രിഫർ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ എക്സ്റ്റെൻഡബിൾ ആയിട്ടുള്ള ഡൈനിങ് ടേബിൾസ് ഇപ്പം ഐക്കിയ, പിന്നെ ആഷ്ലേ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ അവൈലബിൾ ആണ്. സോ പ്രോബബ്ലി വൺ ഓഫ് ദോസ് തിങ്സ് നിങ്ങൾ പോയി ചൂസ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് കൂടുതൽ ഗസ്റ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ 4 കസേര 6 കസേരയ്ക്ക് പകരം മേ ബി യു ക്യാൻ ഗോ ഫോർ 2 ചെയർസ് ആൻഡ് ഒരു ബെഞ്ച്, അല്ലെങ്കിൽ 2 ബെഞ്ച് അപ്പുറവും ഇപ്പുറവും, എന്നിട്ട് 2 ചെയർസ്. ഇങ്ങനെ കണ്ടമാനം ഹൈറ്റിൽ ചെയർസ് ഇടാതിരിക്കുമ്പം തന്നെ നമുക്ക് കുറച്ച് ലോ ആയിട്ട് ഫീൽ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് സ്പേസ് ഉള്ളതുപോലെ ഫീൽ ചെയ്യിക്കും. അതേപോലെ തന്നെയാണ് സോഫയിലും ലോ ആയിട്ടുള്ള സീറ്റിംഗ് നമ്മൾ യൂസ് ചെയ്താൽ, അതായത് കണ്ടമാനം ഹെഡ് റെസ്റ്റ് ഒക്കെ കണ്ടമാനം ഇല്ലാണ്ട് കുറച്ചുകൂടെ, അതായത് ഈ കസേര കുറച്ച് ലോ ആണല്ലോ, ഇതുപോലത്തെ ഹൈറ്റിലുള്ള സോഫാസ് നമ്മളത് ബോക്സ് ടൈപ്പ്, ടക്സിഡോ ടൈപ്പ് ചെയർസ് അങ്ങനെയൊക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ റൂമി ആയിട്ട് ഫീൽ ചെയ്യുന്നതാണ് എൻ്റെ അഭിപ്രായം. 6th ടിപ്പ് എന്താണെന്നറിയോ? സ്റ്റോറേജ്. അതായത് ഇപ്പം ഇതൊക്കെ പറഞ്ഞാലും നമുക്ക് ഇഷ്ടംപോലെ ഒരു വീട്ടിൽ ഒരു 4 പേര് ജീവിക്കുന്ന ഒരു വീട്ടിൽ ഇഷ്ടംപോലെ സ്റ്റോറേജ് വേണ്ടി വരും അല്ലേ. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ടോയ്സായി, ബുക്സായി, അവരുടെ തുണികളായി, അങ്ങനെ ഇഷ്ടംപോലെ സ്റ്റോറേജ് നമുക്ക് വേണ്ട ഒരു ഫാമിലി ആയിരിക്കും. നമ്മളെന്നല്ല, എല്ലാവരുടെ വീട്ടിലും അങ്ങനെ തന്നെയാണ് അല്ലേ. അപ്പോൾ ഈ സ്റ്റോറേജ് നമ്മൾ ലിവിങ് റൂമിലൊക്കെ ആണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അതിനെ ക്ലട്ടർ ഇല്ലാണ്ട് എങ്ങനെയാണ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നത്? കഴിവതും ഐ ലെവലിന് താഴെ ഉള്ള സ്റ്റോറേജ് കൂട്ടാൻ നോക്കുക. ടി വി യൂണിറ്റിൽ തന്നെ സ്ലീക്കായിട്ട് ബേസ് യൂണിറ്റ് കുറച്ച് നീളമായിട്ട് പണിതെടുത്തിട്ട് അതിൽ തന്നെ ഡ്രോവേഴ്സ് ഇൻകോർപ്പറേറ്റ് ചെയ്ത് അതിൽ 1 or 2 ഡ്രോവേഴ്സിൽ കുട്ടികളുടെ ടോയ്സ് ഒക്കെ ഇടാൻ പറ്റുന്നത്, ഡെയിലി കുട്ടികൾ കളിക്കുന്ന ടോയ്സും ബുക്സും ഒക്കെ അവിടെ സ്റ്റോർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് മാത്രമല്ല, നിങ്ങൾക്ക് അത് കൂടാണ്ട് കൂടുതൽ സ്റ്റോറേജ് വേണം. ക്രോക്കറി യൂണിറ്റും കണ്ടമാനം ഇങ്ങനെ വളരെ ഹൈറ്റിൽ പണിത് വെക്കാറുണ്ട്. വേസ്റ്റ് നമ്മുടെ ഹിപ്പിന്റെ താഴെ ഉള്ള ക്രോക്കറി യൂണിറ്റ്സ് ആണെങ്കിൽ നമുക്ക് സ്പേസ് ഉള്ളത് മാതിരി ഫീൽ ചെയ്യുകയും ചെയ്യും, എന്നാൽ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് സ്റ്റോർ ചെയ്യുകയും ചെയ്യാം. അഥവാ നിങ്ങൾക്ക് കുറച്ചുകൂടെ എക്സ്ട്രാ സ്റ്റോറേജ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയും 7 feet ഹൈറ്റിൽ നിർത്താണ്ട് താഴേന്ന് മേളിൽ വരെ കൊടുത്തോളൂ. സോ അത് ആസ് ദോ ദാറ്റ് ഇറ്റ് സെൽഫ് ഇസ് പാർട്ട് ഓഫ് ദി വാൾ, അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യുന്ന വിധത്തിൽ അപ്പം തോന്നിക്കും. അപ്പം ടോട്ടലി അവിടെ ആ എൻഡ് വരെ നമ്മൾ, അതായത് സീലിംഗ് ടു ഫ്ലോർ നമ്മൾ ക്യാബിനറ്റ്സ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും ഒരു സ്പേസ് അങ്ങ് റെസ്ട്രിക്റ്റഡ് ആയിട്ട് നമ്മൾ സാധാരണ ഫീൽ ചെയ്യാറില്ല. എക്സ്ട്രാ സാധനങ്ങൾ, പിന്നെ ഡെയിലി ടോയ്സും കൊച്ചു കൊച്ചു ബുക്സ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ വീൽസ് ഉള്ള ബോക്സസ് വെച്ചിട്ട്, അതായത് അവരുടെ കളിയും അതൊക്കെ ഫിനിഷ് ആയതിനു ശേഷം അവരോട് പറയുക അത് ആ ബോക്സിൻ്റെ അകത്ത് ഇട്ടിട്ട്, വീൽസ് ഉള്ള ബോക്സ് ആകുമ്പോഴത്തേക്ക് അത് അടച്ചു വെച്ചിട്ട് കൊണ്ടുപോയി കട്ടിലിൻ്റെ കീഴിൽ വെക്കുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തോട്ട് നമുക്ക് കൊണ്ടുപോയി സ്റ്റോർ ചെയ്യാനും പറ്റും. സോ അപ്പം വീൽസ് എന്തിനാണ്? കുറച്ച് ഈസി ആയിട്ട് കുട്ടികൾക്ക് തന്നെ പുഷ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുക, നമുക്കും ഈസി ആയിട്ട് ലിഫ്റ്റ് ചെയ്യാണ്ട്
മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വീൽസ് ഉള്ളത് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. മാത്രമല്ല ടി വി യൂണിറ്റ് ഇങ്ങനെ കണ്ടമാനം ഷോ കേസ് ഒക്കെ ആയിട്ട് പണിതെടുക്കേണ്ട ഒരു ആവശ്യമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ അത് ഔട്ട്ഡേറ്റഡ് ആയി. സെക്കൻഡ്ലി നമുക്ക് അതിനുള്ള സ്പേസ് ഇല്ല. ബിക്കോസ് നമ്മളിപ്പോൾ ഇവിടെ എന്ത് ടോപ്പിക്കാണ് പറയുന്നത്, ചെറിയ സ്പേസിൽ നമ്മൾ എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യാമെന്ന്. സോ കഴിവതും അതിൻ്റെ വളരെയധികം ഡെപ്ത് ഇല്ലാതെ സ്ലീക്ക് ആയിട്ടുള്ള ഡെപ്ത് കുറഞ്ഞ ടി വി യൂണിറ്റ്സ് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് അത് വാളിൽ ഹാങ് ചെയ്യുന്ന ടൈപ്പിലുള്ള വയേഴ്സ് എല്ലാം കാണാണ്ട് വയേഴ്സ് എല്ലാം വാളിൻ്റെ ഉള്ളിൽ തന്നെ പതിഞ്ഞിരിക്കുന്ന, അതായത് വാളിൻ്റെ ഉള്ളിൽ തന്നെ ഹൈഡ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള ടി വി യൂണിറ്റ്സ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ നോക്കും. ബേസിക്കലി നമ്മൾ സ്റ്റോറേജ് കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ക്ലട്ടർ ഇല്ലാണ്ട് തന്നെ വെച്ചിരുന്നാൽ തന്നെ നമുക്ക് ഒരു വീട് നല്ല സ്പേഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യും അല്ലേ. പിന്നെ സ്റ്റോറേജിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് ഒരു കാര്യം ഞാൻ പറഞ്ഞേ പറ്റൂ. അനാവശ്യമായിട്ടുള്ള സ്റ്റോറേജ് കംപ്ലീറ്റ്ലി ഒഴിവാക്കുക. നമുക്ക് വേണ്ടാത്ത സാധനങ്ങൾ, നമുക്ക് വേണ്ടാത്ത പേപ്പേഴ്സ്, ഇതൊക്കെ കണ്ടമാനം ശേഖരിച്ച് വെച്ചിട്ട് നമ്മൾ ഒരു 1 മന്ത് 2 മന്ത് 6 മന്ത്സിന് ഒരുമിച്ച് ഈ ന്യൂസ് പേപ്പേഴ്സ് ഒക്കെ ശേഖരിച്ച് വെക്കേണ്ടയോ മാഗസീൻസ് ഒക്കെ ശേഖരിച്ച് വെക്കേണ്ട ഒരാവശ്യമില്ല. അത് വായിച്ച് അതിൻ്റെ യൂസ് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് നമ്മൾ അതിലോട്ട് തിരിച്ചു പോയി നോക്കാറ് പോലും ഇല്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഒന്നെങ്കിൽ നിങ്ങളുടെ മെയ്ഡിനോ ആർക്കെങ്കിലും അത് എടുത്തുകൊണ്ട് പോകാനായിട്ട് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ആഫ്റ്റർ എവറി മന്ത് പ്ലീസ് ഗിവ് ഇറ്റ് അവേ. അപ്പോൾ കിച്ചണിലും അതേപോലെ തന്നെ കണ്ടമാനം സ്റ്റോറേജ് സ്പേസ് ഇല്ലാന്നുണ്ടെങ്കിൽ 1 മാസം 2 മാസത്തേക്കുള്ള ഗ്രോസറീസ് മേടിക്കാണ്ട് 15 ഡേയ്സിന് ഒരിക്കൽ പ്ലാൻ ചെയ്തിട്ട് ആവശ്യത്തിന് മാത്രം ഗ്രോസറീസ് മേടിക്കുക, ആവശ്യത്തിന് മാത്രം പാത്രങ്ങളും വെക്കുക. സോ ദാറ്റ് നമുക്ക് അതൊക്കെ അടുക്കി വെക്കാനും കഴുകാനും എല്ലാത്തിനും ഉള്ള സ്പേസ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഒരുപാട് സാധനങ്ങൾ മേടിച്ചു കൂട്ടാണ്ടിരിക്കുക. അതേപോലെ തന്നെയാണ് ഡ്രസ്സസും ആവശ്യത്തിന് മാത്രം വെക്കുക. നമ്മൾ ഇഷ്ടപ്പെട്ട് ഇടുന്ന ഉടുപ്പുകൾ ഒരു 10 കാണത്തുള്ളൂ അല്ലേ. ഞാനും അങ്ങനെയാണ്. പക്ഷെ എന്നാൽ എപ്പോഴെങ്കിലും മെലിയും, എപ്പോഴെങ്കിലും അത് പിന്നെയും റിപ്പീറ്റ് ചെയ്യേണ്ടി വരുമോ, അല്ല നമ്മൾ പിന്നെയും ഇടുമല്ലോ എന്ന് വിചാരിച്ച് വെക്കുന്ന എനിക്കൊരു ശീലമുള്ളതാണ്. പക്ഷെ ഞാനിപ്പം പ്രായമായി വരുംതോറും ഞാൻ എന്നെ തന്നെ ട്രെയിൻ ചെയ്യുവാണ് അങ്ങനെ ചെയ്യാണ്ടിരിക്കാനായിട്ട് കേട്ടോ. ഇപ്പം ലാസ്റ്റ് ടിപ്പ്, നമ്മൾ എങ്ങനെയാണ് ഫർണിച്ചർ സെലക്ട് ചെയ്യാനുള്ളതെന്ന്. ഫർണിച്ചറിൽ ആദ്യം ലിവിങ് റൂമിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ സോഫേൻ്റെ കാര്യം പറഞ്ഞേ പറ്റൂ. നമുക്കുള്ള സ്പേസ് നമ്മൾ വളരെയധികം അവെയർ ആയിരിക്കണം. ആൻഡ് കണ്ടമാനം ഡീപ്പായിട്ടുള്ള സോഫ നമുക്ക് ഇട്ടാലും നമുക്ക് വളരെ ഹെവി ആയിട്ടുള്ള എൽ ഷേപ്പൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യുക. ഒരു 2 സീറ്റർ അല്ലെങ്കിൽ ഒരു 3 സീറ്റർ അല്ല കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ കസ്റ്റമൈസ് ചെയ്ത് നമ്മുടെ സൈസിനനുസരിച്ചിട്ടുള്ള മെഷർമെൻറ്റിനനുസരിച്ചിട്ടുള്ള സോഫ മേടിക്കാനായിട്ട് ട്രൈ ചെയ്യുക. പിന്നെ കഴിവതും ഭയങ്കര ഹെവി ആയിട്ടുള്ള, ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ, ഇങ്ങനെ ഹെഡ് റെസ്റ്റ് ഒക്കെ ഭയങ്കര ഹൈറ്റിൽ അങ്ങനത്തത് അവോയ്ഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഉള്ളിൽ ഇങ്ങനെ ബോക്സ് ടൈപ്പ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ കൈയും വെച്ച് റെസ്റ്റ് ചെയ്തിട്ട് നന്നായിട്ട് ചാരി ഇരിക്കാൻ പറ്റുന്ന കംഫർട്ടബിൾ സോഫാസ് അവൈലബിൾ ആണ്. സോ അപ്പോൾ അത് കുറച്ച് ലോ ആയത് കാരണം നമുക്ക് അപ്പാർട്ട്മെന്റ് കുറച്ചുകൂടെ വലുതായിട്ട് ആ റൂം നല്ല വലുപ്പമുള്ള മാതിരി നമുക്ക് കണ്ണിനെ ചീറ്റ് ചെയ്യുക. ബേസിക്കലി അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഇപ്പം മൾട്ടി പർപ്പസ് ആയിട്ടുള്ള സോഫാസ് അവൈലബിൾ ആണ്. അല്ലെങ്കിൽ ഓട്ടോമാൻ, അതായത് കാലൊക്കെ നമ്മൾ വെക്കുന്ന, ഈവൻ സെൻറ്റർ ടേബിളിലും ഇങ്ങനെ എന്താ ടഫ്റ്റഡ് ആയിട്ടുള്ള സെൻറ്റർ ടേബിൾസ് കിട്ടും. അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് സ്റ്റോറേജ് കാണും. മേ ബി അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ടോയ്സ് ഒക്കെ ഇട്ട് വെക്കാം, അല്ലെങ്കിൽ റിമോട്ടോ അല്ലെങ്കിൽ അത്യാവശ്യമുള്ള ബുക്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിലും സ്റ്റോർ ചെയ്യാൻ പറ്റും. അല്ല നിങ്ങൾക്ക് കുഷൻസ്, വേണ്ടാത്ത കുഷൻസ്, അതായത് നമ്മൾ സ്പെയർ കുഷൻസ് ഒക്കെ വെച്ചേക്കുമല്ലോ, അപ്പോൾ അതുപോലത്തെ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അതേപോലെ തന്നെയാണ് ബെഡ്സ്. എനിക്ക് നമ്മൾ ബെഡ് മേടിക്കുമ്പോഴത്തേക്ക് നമ്മൾ കണ്ടമാനം ഉള്ളിൽ അടിയിൽ സ്റ്റോറേജ് ഇല്ലാത്തതാണ് എനിക്ക് സാധാരണഗതിയിൽ ഇഷ്ടം. പക്ഷെ അതേ സമയത്തോ നമ്മുടെ അപ്പാർട്ട്മെന്റ് ഭയങ്കര കുഞ്ഞാണെങ്കിൽ ഞാനതിന് നേരെ മറിച്ച് നല്ല സ്റ്റോറേജ് ഉള്ള ബെഡ് തന്നെ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യും. അതിൽ ഹൈഡ്രോളിക് അപ്ലിഫ്റ്റ് ഉള്ള ബെഡുകൾ തന്നെ മേടിക്കുക. കുറച്ച് കാശ് പോയാലും വേണ്ടിയില്ല, പക്ഷെ വളരെ യൂസ്ഫുൾ ആണ് അങ്ങനത്തെ ഹൈഡ്രോളിക് ലിഫ്റ്റ് ഉള്ളതാകുമ്പം ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റും. അതിൻ്റെ ഉള്ളിൽ നമ്മൾ അധികം യൂസ് ചെയ്യാത്ത, അതായത് വിൻ്റർ വെയർ, ബ്ലാങ്കറ്റ്സ്, ക്വിൽറ്റ്, ജാക്കറ്റ്സ്, അതായത് നമ്മൾ പുറത്തൊക്കെ യാത്രയ്ക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ തണുപ്പ് സീസണിലൊക്കെ അല്ലേ ഈ ജാക്കറ്റും കാര്യങ്ങളുടെയൊക്കെ ആവശ്യം വരുന്നത്, അതുപോലത്തെ കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ട് അത് യൂസ് ചെയ്യാം. പിന്നെ ബെഡിന് വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ബെഡിൻ്റെ ഹൈറ്റ്, നോർമൽ ഹൈറ്റ് ശരിക്കും പറഞ്ഞാൽ ഒരു മാട്രസും ചേർത്തിട്ട് 18 ഇഞ്ചസ് ആണ് ടോട്ടൽ ഹൈറ്റ് വരുന്നത് ഒരു ബെഡിൻ്റെ. അപ്പോൾ നമ്മളിതിന് ഒരു 16 ഇഞ്ചസ്, അതായത് വളരെ പ്രായമുള്ളവർക്കാണെങ്കിൽ അത് റെക്കമെൻഡ് ചെയ്യത്തില്ല ഞാൻ. പക്ഷെ നിങ്ങൾ ചെറുപ്പക്കാരാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അതൊരു വിഷയമല്ല എന്നുണ്ടെങ്കിൽ, എനിക്കും ലോ ബെഡ്സ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ കുറച്ചൊരു 17 ഇഞ്ചസോ അല്ലെങ്കിൽ എല്ലാം ടോട്ടൽ ഹൈറ്റ് ഓഫ് ദി ബെഡ് ഒരു 16 ഇഞ്ചസിൽ ഒതുക്കുവാണെങ്കിൽ, ലോ ബെഡ് ആണെങ്കിൽ കുറച്ചുകൂടെ റൂമി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും ബെഡ്റൂം. പിന്നെ അതിൻ്റെ ഹെഡ് ബോർഡും കണ്ടമാനം അങ്ങ് ഹൈറ്റ് കൂട്ടാതെ ഇരിക്കുക. അതായത് ഒരു വളരെ ലോ അല്ല, ഒരു മിഡ് സൈസ് ഹെഡ് ബോർഡ് ബെഡിന് കൊടുക്കുകയാണെങ്കിൽ അത് നല്ല നീറ്റായിട്ടിരിക്കും എന്നാണ് തോന്നുന്നത്. അപ്പോൾ ബെഡ്റൂം വളരെ ചെറുതാണെങ്കിലോ സൈഡ് ടേബിളൊക്കെ വെക്കാനായിട്ട് ചിലപ്പോൾ അധികം സ്ഥലം ഉണ്ടാവില്ല അല്ലേ. പിന്നെ അതിൽ നൈറ്റ് സ്റ്റാൻഡ്, അതായത് സൈഡ് ടേബിളിൽ ലാമ്പും കൂടെ വെക്കുകയാണെങ്കിൽ ഒട്ടും നമുക്ക് സ്ഥലം തികയത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് സീലിംഗിൽ നിന്ന് ഹാങ് ചെയ്യുന്ന വിധത്തിലുള്ള ഷെയ്ഡ്സ് നമുക്ക് വെക്കാം, ലൈറ്റ്സ് ഇങ്ങനെ വെക്കാം.
സോ ദാറ്റ് നമുക്ക് താഴെ നമുക്ക് കിട്ടാത്ത ഒരു സ്ഥലം, സ്പേസ് നമ്മൾ മുകളിൽ നിന്ന് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അത് കാണാനും ഭയങ്കര ഡിഫറെൻറ്റ് ആൻഡ് എലിഗൻ്റ് ആയിരിക്കും. അറ്റ് ദ സെയിം ടൈം അതൊരു സ്മാർട്ട് ടിപ്പാണ് കേട്ടോ. പിന്നെ ബെഡിൻ്റെ പുറകിലുള്ള ആ മതിൽ വളരെ നാരോ ആയിട്ടുള്ള മതിലാണെങ്കിൽ പ്രോബബ്ലി നിങ്ങൾക്ക് വാൾപേപ്പറോ അല്ലെങ്കിൽ പെയിൻറ്റ്, ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ ആൾക്കാർ തന്നെ വന്ന് പെയിൻറ്റ് ചെയ്ത് തരും. ഇപ്പോൾ ഹൊറിസോണ്ടൽ സ്ട്രൈപ്സ് ഉള്ള വാൾപേപ്പറോ അല്ലെങ്കിൽ പെയിൻറ്റ് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ അഗെയിൻ കണ്ടമാനം ഡാർക്ക് കളേഴ്സ് യൂസ് ചെയ്യാൻ പാടില്ല. സെയിം ലൈറ്റ് ഷെയ്ഡ് തന്നെ എല്ലാ വാൾസിലും സെയിം കളർ ആയിരിക്കണം എന്നുള്ളത് ഒരു നല്ലൊരു ടിപ്പാണ്. പിന്നെ അതിനോടൊപ്പം മിക്കവാറും ബെഡ്റൂംസിൽ വാർഡ്രോബും കൂടെ അതിൽ തന്നെ പണിയണമല്ലോ. അപ്പം ബാക്കിയുള്ള വാൾ കളേഴ്സ് ഒക്കെ ലൈറ്റ് ആയിട്ട് കൊടുത്ത് ബെഡിന്റെ കളറും ലൈറ്റ് ആയിട്ട് കൊടുത്തു എല്ലാം ചെയ്തിട്ട് പിന്നെ നമ്മുടെ വാർഡ്രോബ് വളരെയധികം ഗോഡി ആയിട്ടുള്ള വേറെ തന്നെ ഒരു കളറായി മാറുവാണെങ്കിൽ പിന്നെയും ബെഡ്റൂം കുഞ്ഞായി പോകും. സോ വാളിന്റെ കളറിന്മേ മാതിരി തന്നെ വളരെ ലൈറ്റ് ഷെയ്ഡായിട്ട് തന്നെ ലാമിനേറ്റ് ആണെങ്കിലോ അല്ലെങ്കിൽ സ്ലൈഡിങ്ങിൽ കുറച്ച് ഗ്ലാസ് റിഫ്ലക്ഷൻ ഉള്ള വല്ല സ്ലൈഡിങ് ഗ്ലാസ് ഉള്ള വാർഡ്രോബ് കൊടുക്കുകയാണെങ്കിൽ നല്ല സ്പേഷ്യസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യിക്കാൻ പറ്റും. പക്ഷെ തീരെ സ്ഥലമില്ല, കുഞ്ഞ് ബെഡ്റൂം ആണെന്നുണ്ടെങ്കിൽ ഫോൾഡബിൾ ആയിട്ടുള്ള സ്റ്റഡി ടേബിൾ കൊടുക്കുക. അതിൻ്റെ ഒരു കൊച്ചു ഷെൽഫ് മുകളിൽ കൊടുത്താൽ മതി. കണ്ടമാനം ക്യാബിനറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് അനാവശ്യമായിട്ടുള്ള സ്റ്റോറേജിന് ആവശ്യമില്ല. അത് നമ്മൾ വേണ്ടാത്ത സാധനങ്ങളൊക്കെ അതിൽ വെക്കുകയുള്ളൂ. അപ്പം ആവശ്യത്തിന് ഫോൾഡബിൾ ആയിട്ടുള്ളൊരു ടേബിൾ വെച്ചോളൂ. അല്ലെങ്കിൽ ടേബിൾ ഇല്ല, പെർമനൻ്റ് ആയിട്ടുള്ള ടേബിൾ തന്നെ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡെപ്ത് കുറച്ചോളൂ. അതായത് 2 feet അല്ലെങ്കിൽ ഒരു 500 mm to 600 mm ഡെപ്തുള്ള, അതായത് ഒരു 50 centimeters to 60 centimeters ഡെപ്തുള്ള ടേബിൾ വെക്കുന്നതിന് പകരം 400 to 500, അതായത് 40 to 50 സെൻറ്റിമീറ്റേഴ്സിൻ്റെ ഡെപ്ത്, അതായത് ഫ്രണ്ട് ടു ബാക്ക് ആണ് ഞാൻ പറയുന്നത്, ഡെപ്തുള്ള ടേബിൾ വെക്കുകയാണെങ്കിൽ കണ്ടമാനം സ്പേസ് നമുക്ക് പോകത്തില്ല. അപ്പം ഞാൻ കേർട്ടൻസിൻ്റെ കാര്യം ഞാൻ ലിവിംഗ് റൂമിൽ പറഞ്ഞത് മാതിരി തന്നെ ബെഡ്റൂംസിലും കേർട്ടൻ കഴിവതും മേളിൽ നിന്ന്, അതായത് സീലിങ്ങിൻ്റെ അവിടെ നിന്ന് തന്നെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് റൂം കുറേ കൂടെ സ്പേഷ്യസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യിക്കാൻ പറ്റും കേട്ടോ. അതായത് ഒരു ഹോട്ടൽ റൂമിൻ്റെ ഫീലിംഗ് തന്നെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. 2 ബെഡ്റൂമേ ഉള്ളൂ. ഗസ്റ്റ് ബെഡ്റൂമിലും ഒരു എലാബറേറ്റ് ആയിട്ടുള്ളൊരു ബെഡ് നിങ്ങൾക്ക് വേണം. പക്ഷെ എന്നാൽ എപ്പോഴും അതിൻ്റെ ആവശ്യമില്ല. ഗസ്റ്റോ അല്ലെങ്കിൽ പേരൻസ് വരുമ്പോൾ മാത്രമാണ് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകിൽ സോഫ കം ബെഡ് കൊടുക്കാം, അതും അല്ലാന്നുണ്ടെങ്കിൽ മർഫി ബെഡ് കൊടുക്കാൻ പറ്റും. മർഫി ബെഡിൻ്റെ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ അത് കംപ്ലീറ്റ്ലി ഒരു വാർഡ്രോബ് പോലെ തന്നെ തോന്നിക്കുന്ന വിധത്തിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഫ്ലാറ്റായിട്ട് വെർട്ടിക്കലായിട്ട് തന്നെ വെക്കാൻ പറ്റും. കാണുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കാനും പറ്റില്ല ഇത് ബെഡാണെന്നുള്ള. അതേ സമയത്ത് നമ്മൾ താഴെ വെക്കുകയാണെങ്കിൽ അതൊരു ക്വീൻ സൈസ്, അതായത് ഒരു 2 പേർക്ക് അടിപൊളിയായിട്ട് സമാധാനത്തിൽ കിടന്നുറങ്ങാൻ പറ്റുന്ന ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡായി അത് മാറും. പക്ഷെ അതിൻ്റെ കോസ്റ്റ് വളരെയധികം കൂടുതലാകാൻ ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ നല്ല ബ്രാൻഡിൻ്റെ തന്നെ മേടിക്കണം. ബിക്കോസ് ഇങ്ങനത്തെ ബെഡ്സ് എല്ലാം ഏതെങ്കിലുമൊക്കെ ബ്രാൻഡ് നമ്മൾ മേടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ കാശ് കുറച്ച് കുറവായിരിക്കാം, 20K എല്ലാം നമുക്ക് കുറഞ്ഞ് കിട്ടിയേക്കാം കേട്ടോ. പക്ഷെ നാളത്തെ കാര്യം നമ്മൾ ആലോചിക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ പണി കിട്ടിയേക്കാം. സോ വളരെയധികം ശ്രദ്ധിച്ച് വേണം മർഫി ബെഡൊക്കെ ചൂസ് ചെയ്യാൻ. ഹാഫ്ലേ ഹാസ് എ ഗുഡ് മർഫി ബെഡിൻ്റെ ഇത്. പിന്നെ സെർവിറ്റി, ഇങ്ങനത്തെ ചില ബ്രാൻഡ്സിൽ ഞങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ മാർക്കറ്റിൽ വളരെയധികം കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള നല്ല നല്ല ബ്രാൻഡ്സും അവൈലബിൾ ആണ്. ഗോ എക്സ്പ്ലോർ യുവർ സെൽഫ് കേട്ടോ. മാർക്കറ്റിൽ പോയി എല്ലാം നന്നായിട്ട് ഹോംവർക്ക് ചെയ്തിട്ട് സമാധാനത്തിൽ ചെയ്യണം. അപ്പം ബേസിക്കലി ഇത്രയേ ഉള്ളൂ. സ്ട്രാറ്റജിക് ആയിട്ട് നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് പ്ലാൻ ചെയ്യുക. ക്ലട്ടർ ഫ്രീ ആയിട്ട് തന്നെ വെച്ചേക്കും എന്ന് പ്രതിജ്ഞ എടുക്കുക. ഓക്കെ, ബിക്കോസ് നമ്മൾ ക്ലട്ടർ കൂടുന്തോറും അൺവാണ്ടഡ് സാധനങ്ങൾ മേടിച്ച് കൂട്ടുന്തോറുമാണ് നമ്മുടെ വീട്ടിൽ സാധനങ്ങൾ വെക്കാനുള്ള സ്പേസും ആവശ്യം വരുന്നത്. സോ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മേടിച്ച് വെക്കേണ്ട ആവശ്യമില്ല. ആവശ്യമുള്ള സമയത്ത് പതുക്കെ മേടിച്ചാലും മതിയാകും. ആദ്യം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ച് നോക്കിയിട്ട് പിന്നെ ആവശ്യമുള്ള അനുസരിച്ചിട്ട് അതിന് പ്ലാൻ ചെയ്യുക. ഈച്ച് ആൻഡ് എവറി സ്പേസ്, അതായത് നമ്മുടെ ആവശ്യം എന്തൊക്കെയാണ്, നമ്മുടെ സ്റ്റോറേജ് ഇന്നതാണ്, നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഇന്നതാണ്. ഇത്ര ആൾക്കാർ നമ്മുടെ വീട്ടിൽ ഗസ്റ്റായിട്ട് സാധാരണഗതിയിൽ വരാറുണ്ട്. നമുക്ക് പാർട്ടി കൊടുക്കണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ അപ്പം നമുക്ക് ഇത്ര ആൾക്കാർ വരും എന്നുള്ളൊരു ധാരണ ഉണ്ടായിരിക്കും നിങ്ങൾക്ക്. പിന്നെ എവറി ഇഞ്ച് ഓഫ് സ്പേസിനെ നമുക്ക് അതിനനുസരിച്ചിട്ട് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ചെറിയൊരു സ്പേസിനെയും ഹെവനാക്കി മാറ്റാൻ പറ്റും കേട്ടോ. സോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലേ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.